പ്രഭാസണ്ണൻ്റെ അടുത്ത പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. രാജാ സാബ് കണ്ടു നോക്കാം. Now close your eyes. പ്രഭാസണ്ണൻ Take a deep breath. నీ బ్రెయిన్ నా కమాండ్స్ మాత్రమే ఫాలో అవుతుంది. എന്തായി പറയണേ? ബാഹുബലിയിലെ കൊട്ടാരമല്ലേ? చంపేశాడు బాబోయ్. CG കണ്ണാടിയൊക്കെ പൊട്ടുന്നുണ്ട്. పరిచయం చేస్తా. పరిచయం చేసేది ఏంట్రా? మరి చూస్తారేంట్రా? పరిగెత్తండి. അണ്ണൻ്റെ ഈ പരിപാടി തന്നെ ഓക്കെയാ. రామోజీ ఫిలిం సిటీ తాత అద్భుతాలు చూసి ఆనందించారు. క్వశ్చన్ లేకుండా ఏదో గుర్తుండిపోయి పని చేయాలి. సంచలనం అయిపోవాలి. ఏంట్రా ఇలాంటి పని చేసాడు అందరూ? అక్షయ్ కుమార్ ఇక నా వల్ల కాదు. తల్లి దుర్గా నా మనవణ్ణి రక్షించు. ఆయన 4 మంత్రాలు చదువుకున్న మాయల పకీర్ కాదు. హీఈస్ ఎగ్జార్సిస్ట్, సైకియాట్రిస్ట్. സഞ്ജീവ് ബാബ വന്നു. బ్రెయిన్ తో గేమ్ നമ്മുടെ 3 Idiotsലെ പുള്ളിയല്ലേ? അനാക്കോണ്ടേ? స్టార్ దొరికి తెలుసుకుందాం. స్టార్ టు స్టార్, స్టార్ వార్స్. ആന മുതലയാ. അണ്ണനൊരു ദിനോസർ ആയതുകൊണ്ട് മുതലെങ്കിലും വേണമല്ലോ. എന്തൊക്കെയാണോ ഇത്? തുമ്പാടിലെ ജീവി. മാരുതി ഫിലിം अभी देख लीजिए. നീലക്കുയിലിന്റെ ക്യാമറാമാനാണെന്ന് തോന്നുന്നു. എന്തോന്നറിയത്? ఏందిరా మీ బాధ? పొట్టులో చేయి పెడితే కొట్టడానికి నేను చీమన. రాక్షసుండి ജയൻസ്. ഗെയിം ഓഫ് ത്രോൺസിലെ ജയൻസ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം രാജാ സാബ് ഇതിപ്പോൾ എന്താ കണ്ടതെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. എന്തായാലും ഹൊററാണ് പരിപാടി. തെലുങ്കിൽ ഇതിനിവർക്ക് മാസക്കൂലിയാണോ ദിവസക്കൂലിയാണോ എന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ല. പാവം പ്രഭാസണ്ണൻ, നമുക്ക് ആകെ ഒരു അണ്ണനല്ലേ ഉള്ളൂ. സംഗതി ഹൊററാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ട്രെയിലറിൽ എന്തായാലും അത് മേ ബി ഫണ്ണായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഹൊറർ, ഹ്യൂമർ ഹൊറർ ആയിരിക്കും, ഫണ്ണി ഹൊറർ പരിപാടി ആയിരിക്കണം ചിലപ്പോൾ. ഞാൻ പറഞ്ഞ പോലെ അണ്ണൻ ഒറ്റൊന്നേ ഉള്ളൂ. അണ്ണനൊരു ദിനോസറാണ്. അപ്പം അണ്ണനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യിച്ചൂടെ എന്നുള്ളൊരു തോന്നൽ. ഇവർക്കിതിങ്ങനെ ഈ സ്ഥിരം പരിപാടി മടുക്കുന്നില്ലേ എന്ന് മനസ്സിലാവണില്ല. ബിഗ്ഗസ്റ്റ് ഹൊറർ ഫാൻറ്റസി ഇൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെയാണ് ട്രെയിലറിൽ കണ്ടത്. അത് പടം കണ്ടിട്ട് ജനങ്ങൾ തീരുമാനിക്കുന്നതല്ലേ നല്ലത്. പിന്നെ CG വർക്സിൻ്റെ കാര്യം കണ്ടല്ലോ നമ്മൾ ഓൾറെഡി. ഇങ്ങനെയാണ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം ഇടയ്ക്ക് ഇങ്ങനെ ഈ ഭയങ്കര ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള CG വർക്സ് വരുന്നതെന്ന് മനസ്സിലാവണില്ല. ഇവരിതെങ്ങനെ ചെയ്യുന്നതാവോ? പിന്നെ അത് മാത്രമല്ല ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. എന്തിനാടാ കൊന്നിട്ട് 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ ഒരു ട്രെയിലർ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതിന് കുഴപ്പമില്ല. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരക്കിടില്ല. ഇതിപ്പോൾ ഹോൾ മൂവി ട്രെയിലറിൻ്റെ അകത്തുണ്ടല്ല. ഇനി ഞങ്ങളൊന്നിനാ സിനിമ കാണാൻ പോകുന്നത്? അങ്ങനെ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ. സഹിക്കാൻ വയ്യ, പറ്റുന്നില്ല.
ട്രെയിലർ കാണാൻ സഹിക്കാൻ പറ്റുന്നില്ലേ പിന്നെ പടം എങ്ങനെ? ഇതാണെങ്കിൽ 3-3.5 മണിക്കൂറും കാണും ഇവരുടെ പടങ്ങൾ. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് കാലിച്ചായ്. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.